നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഫുട്ബോൾ ലോകത്തെ ചില വമ്പൻ പേരുകളും അവരുടെ കോൺട്രാക്ട് എക്സ്റ്റൻഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരുപാട് വലിയ പേരുകൾ ആ ലിസ്റ്റിലുണ്ട്. നമുക്ക് മോ സലയുടെ പേര് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 2017 പുള്ളി ലിവർപൂളിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഒരു പ്ലെയർ എന്ന രീതിയിൽ പുള്ളിയുടെ ഇമ്പ്രൂവ്മെൻറ്റും ലിവർപൂളിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷനും നമുക്ക് മറക്കാൻ കഴിയാത്ത പല മൊമെൻറ്റുകൾ സമ്മാനിച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ ലിവർപൂൾ തോൽക്കുന്നു. വീണ്ടും ആ ഒരു ലെവലിലേക്ക് എത്തി ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നു, EPL അടിക്കുന്നു, ഡൊമസ്റ്റിക് കപ്പുകൾ അടിക്കുന്നു. ഇതിലൊക്കെ മോ സലയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ഗോളും അസിസ്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ലിവർപൂളിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന FSG എന്തുകൊണ്ടാണ് പുള്ളിക്കൊരു പുതിയ കോൺട്രാക്ട് ഓഫർ ചെയ്യാത്തതെന്നുള്ളത് ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഫാക്ടറാണ്. കാരണം ഇപ്പം മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ അട്രിബ്യൂട്ടുള്ള പ്ലേയേഴ്സിനെ കിട്ടാൻ വലിയ പാടാണ്. അഥവാ ഉണ്ടെങ്കിൽ തന്നെയും 100 മില്യണോ അല്ലെങ്കിൽ വലിയ എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് വാങ്ങിക്കേണ്ട സിറ്റുവേഷൻസ് ആണ്. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഒരു 1 ഇയർ പ്ലസ് 1 ഇയർ എക്സ്റ്റൻഷൻ കോൺട്രാക്ട് FSG ബോർഡും നെക്സ്റ്റ് ഇയറോടെ പുള്ളിക്ക് ഓഫർ ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ ലീഗിൽ മോ സല സൗദി ലീഗിലേക്ക് പോകുന്നു എന്നുള്ള റൂമേഴ്സ് ഒക്കെ നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ഒരു പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് സലയുടെ സൈഡിൽ നിന്ന് നമ്മൾ കേട്ടിട്ടില്ല. എന്തായാലും ഈ സീസണോടെ പുള്ളി ഒരു പുതിയ കോൺട്രാക്റ്റിലേക്ക് സൈൻ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പേര് കെവിൻ ഡിബ്രോയിൻ്റെ പേര് തന്നെയാണ്. ഇപ്പോൾ 2015 സിറ്റിയിലേക്ക് എത്തി. ആ സമയത്ത് സിറ്റിയുടെ സൈഡിൽ നിന്ന് ഒരു വേൾഡ് റെക്കോർഡ് ഫീയോടെയാണ് പുള്ളിയെ സൈൻ ചെയ്തിട്ടുള്ളത്. 76 മില്യൻ്റെ ഒരു വലിയ എമൗണ്ട് ഡിബ്രോയിന് വേണ്ടി പെപ്പ് ചെലവഴിച്ചു. പക്ഷേ 100% വെർത്തായിട്ടുള്ള ഒരു കോൺട്രാക്ട് തന്നെയാണ് അത് എന്ന് പറയേണ്ടി വരും. കാരണം പെപ്പ് പുതുതായിട്ടൊരു ടീം, അതിൻ്റെ ഒരു കീ എലമെന്റ് കെവിൻ ഡിബ്രോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള മിഡ്ഫീൽഡർ തന്നെയായിരുന്നു. ഇപ്പോൾ ഗോളും അസിസ്റ്റും ഒക്കെ പുള്ളി പൊട്ടിയിടുന്നത് പോലെ പല മത്സരത്തിലും കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫ്ലെക്സിബിൾ ആയിട്ട് മൾട്ടിപ്പിൾ പൊസിഷനിൽ കളിക്കാനുള്ള എബിലിറ്റിയും ഡിബ്രോയിന് ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിയുടെ ഏജും കണ്ടിന്യൂസ് ഇഞ്ചുറി ഒക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സീസണിൽ സിറ്റി ഒരു ടോപ്പ് 4 അല്ലെങ്കിൽ ടോപ്പ് 6 ഫിനിഷ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പെപ്പ് ഒരു കംപ്ലീറ്റ് റീബിൽഡിലേക്ക് സിറ്റിയെ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. ആ അവസരത്തിൽ കെവിൻ ഡിബ്രോയിന് ഒരു പുതിയ കോൺട്രാക്ട് കൊടുക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പുള്ളിക്ക് ഒരു 1 ഇയർ കോൺട്രാക്റ്റോ അല്ലെങ്കിൽ ഒരു 2 ഇയർ കോൺട്രാക്റ്റോ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു വലിയ ഓഫറൊക്കെ മറ്റ് ലീഗിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പുള്ളി ഓഫ്ലോഡ് ചെയ്യാനുള്ള ഒരു ചാൻസും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഏജിങ് പ്ലേയേഴ്സിനെ ടീമിൽ നിർത്താൻ ചിലപ്പോൾ പെപ്പിന് താല്പര്യം ഉണ്ടാവാത്ത സിറ്റുവേഷൻസും നമ്മൾ കാണാറുണ്ട്. മൂന്നാമത്തെ പ്ലെയർ മറ്റാരുമല്ല, സൺ. ഇപ്പോൾ 2015 സ്പേഴ്സിലേക്ക് എത്തി. പുള്ളിയുടെ ഒരു ഇവല്യൂഷൻ നമ്മൾ വ്യക്തമായിട്ട് നോക്കിക്കണ്ടതാണ്. ഇപ്പം കെയ്നുള്ള സമയത്ത് സണ്ണും കെയ്നുമായിട്ടുള്ള ഒരു ക്രൂഷ്യൽ പാർട്ട്ണർഷിപ്പ് പല മത്സരങ്ങളിലും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം മൗറീഞ്ഞോയുടെ ടൈമൊക്കെ ഒരു പീക്ക് സീസൺ ആയിരുന്നു. കാരണം ഗോൾസ് ആയാലും അസിസ്റ്റ് ആയാലും വളരെ അണ്ടർസ്റ്റാൻഡിങ്ങോടെ കഴിവോടെ ചെയ്യുന്നൊരു വ്യക്തിയാണ് സോൺ. അത് മാത്രമല്ല, പുള്ളിയുടെ വർക്ക് എത്തിക്സ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ അച്ഛനായാലും പുള്ളിയുടെ ഫാമിലി ആയാലും ആ ഒരു വർക്ക് എത്തിക്സ് ടീമിലേക്ക് കൊണ്ടുവരാൻ പുള്ളി പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ 10 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് പുള്ളി ടീമിൽ നിന്നു. അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്ക് ഒരു മേജർ കപ്പ് ജയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഒരു സ്പേഴ്സ് ലെജൻഡായിട്ട് പുള്ളി പോകാനാണ് കൂടുതൽ സാധ്യത. മണി ഒരു ഫാക്ടറാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സോണിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല പുള്ളി ഒരു കൂടുതൽ പൈസ ഓഫർ ചെയ്ത സ്ഥലത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്ന്. ഇപ്പം ഡാനിയൽ ലീവിനെ സംബന്ധിച്ചിടത്തോളം ഒരു 2 വർഷത്തെ കോൺട്രാക്റ്റ് ഒക്കെ പുള്ളിക്ക് ഓഫർ ചെയ്തുകൊണ്ട് സ്പേഴ്സിൽ തന്നെ നിൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ സണ്ണിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് പീക്ക് ടൈമിൽ പല ക്ലബ്ബിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി 3 വർഷത്തെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് സ്പേഴ്സിൽ തന്നെ തുടരാനാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് പുള്ളിയുടെ സൈഡിൽ നിന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ഇഞ്ചുറീസ് വരാൻ തുടങ്ങി, ഏജ് ഒരു ഫാക്ടർ തന്നെയാണ്. എന്തായാലും പുള്ളി വീണ്ടും ഒരു പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയുണ്ട്. 4ാമത്തെ പേര് മറ്റാരുമല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോ. അൽ നസറുമായിട്ട് ഒരു 2.5 ഇയേഴ്സിൻ്റെ കോൺട്രാക്റ്റാണ് റൊണാൾഡോ സൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വയസ്സിലും പുള്ളി ഹൈ ലെവലിൽ കളിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഈ സീസൺ നോക്കിക്കഴിഞ്ഞാൽ
എല്ലാ കോമ്പറ്റീഷനിലും കൂടി 20-ൽ പരം ഗോളുകൾ റൊണാൾഡോ സ്കോർ ചെയ്ത് കഴിഞ്ഞു. വളരെ കമ്പറ്റീറ്റീവായിട്ട് സൗദി ലീഗിൽ അദ്ദേഹം കളിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ഒരു ഫ്രീ ഏജൻ്റായിട്ട് തിരിച്ചു വരുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. കാരണം പുള്ളി സൗദി ലീഗിൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ MLS-ലേക്കോ തൻ്റെ പ്രീവിയസ് ക്ലബിലേക്കോ പോകാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം റിട്ടയർമെൻറ്റിനെ പറ്റി ഒഫീഷ്യലായിട്ട് റൊണാൾഡോയുടെ സൈഡിൽ നിന്ന് നമ്മൾ കേട്ടിരുന്നില്ല. ഇപ്പോൾ മെസ്സിയൊക്കെ പോയതുപോലെ MLS-ലേക്കോ അല്ലെങ്കിൽ ലീഗയിലേക്കോ തിരിച്ചു പോകാനുള്ള ഒരു ചാൻസും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.